Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് പുതിയ ചാപ്റ്റർ ഇൻഡക്ഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വെൽ ഓർഡറിങ് പ്രോപ്പർട്ടി കണ്ടു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള സബ്സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവുന്നതാണ് വെൽ ഓർഡറിങ് പ്രോപ്പർട്ടി പറയുന്നത്. പിന്നെ നമ്മൾ ഇൻഡക്ഷൻ്റെ വീക്ക് ഫോം ആണ് കണ്ടത്. അപ്പോൾ അവിടെ 3 തിയറംസ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് തിയറം പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു എസ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ 1 എന്ന് പറയുന്നത് ആ സെറ്റിലുണ്ട്. പിന്നെ കെ ഉണ്ടെന്നുണ്ടെങ്കിൽ k+1 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയായിരിക്കും എന്നാണ് ഫസ്റ്റ് തിയറം. അതാണ് വീക്ക് ഫോം. പിന്നെ നമ്മൾ തിയറം പഠിച്ചത് ആ n1 പകരം n0 വേറെ ഏതെങ്കിലും ഇൻറ്റീജർ n0 എസിലുണ്ട്. പിന്നെ കെക്ക് ട്രൂ ആണെന്നുണ്ടെങ്കിൽ k+1 ട്രൂ ആയിരിക്കും. അപ്പോൾ n0 മുകളിലുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനും ട്രൂ ആണെന്നാണ് രണ്ടാമത്തെ തിയറം പറയുന്നത്. പിന്നെ അത് നമുക്ക് സെറ്റുകൾക്കായിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു കണ്ടീഷനായി, അതായത് പി ഓഫ് എൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ആണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ പി ഓഫ് n0 ട്രൂ ആണ്. ഇനി പി ഓഫ് കെ ട്രൂ ആണെന്ന് വിചാരിക്കുമ്പോൾ പി ഓഫ് k+1 ട്രൂ ആണെന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n0 മുകളിലുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനും പി ഓഫ് n എന്ന് പറയുന്നത് ട്രൂ ആണെന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ 3 തിയറായിരുന്നു നമ്മൾ ചെയ്തത്. പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 2-3 എക്സാമ്പിൾസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രോങ് ഫോമും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സം ഓഫ് ഫസ്റ്റ് n ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് n² ബൈ ഇൻഡക്ഷൻ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, അതായത് 1 + 2 + എക്സെട്ര എന്ന് പറയുന്നത് n × n+1/2 ആണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ്, അതായത് 1 + 3 + 5 + എക്സെട്ര, അതെന്ന് പറയുന്നത് n² ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് 2i - 1ന്റെ സമ്മ്. ഇവിടെ 2i എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. അപ്പോൾ 2i - 1 അല്ലെങ്കിൽ 2i + 1 ആയിരിക്കും ഓഡ് നമ്പർ. ഇവിടെ നമ്മൾ 2i - 1 ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇൻഡക്ഷൻ അല്ലാണ്ട് വെറുതെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ഇപ്പോൾ 1 എടുത്തു. 1 മാത്രമാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ 1 തന്നെ കിട്ടും. ഇപ്പോൾ 1² എന്ന് എഴുതി. പിന്നെ 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. അതിന് നമുക്ക് 2² എന്ന് എഴുതാം. ഇവിടെ n ആണ് എന്ന് പറയുന്നത് 2 ആണ്. രണ്ട് നമ്പർ 2² n² കിട്ടി. 3 n 3 ആവുമ്പോൾ 1 + 3 + 5 എന്ന് പറയുന്നത് 9 കിട്ടും. 9 എന്ന് പറയുന്നത് n², 3² ആണ്. അടുത്തത് n 4 ആവുമ്പോൾ നമുക്ക് 1 + 3 + 5 + 7 എന്ന് പറയുന്നത് 16 കിട്ടും. അതിന് നമുക്ക് 4² എന്ന് എഴുതാം. അടുത്തത് 5, n5 എടുക്കുമ്പോൾ 1 + 3 + 5 + 7 + 9 എന്ന് പറയുന്നത് 25 ആണ്. അതിന് നമുക്ക് 5² എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനത്തെ നമുക്ക് ട്രൂ ആണെന്ന് കിട്ടും. അതായത് ഇവിടെ n1 ആവുമ്പോൾ 1² കിട്ടി, n2 ആവുമ്പോൾ 2² കിട്ടി, 3 ആവുമ്പോൾ 3² എക്സെട്ര, അങ്ങനെ 5 ആവുമ്പോൾ 5². അപ്പൊ n ആവുമ്പോൾ n² എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളിത് ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാണ്. ആദ്യം നമ്മൾ 1 ട്രൂ ആണെന്ന് ചെയ്യും. അപ്പൊ LHS ചെയ്യുമ്പോൾ 2i - 1 ഒറ്റ പ്രാവശ്യം ആഡ് ചെയ്താൽ മതി. 2i - 1 എന്ന് പറയുമ്പോൾ iക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് 2 - 1 1 കിട്ടും. n² n 1 ആയിട്ട് എടുക്കുമ്പോൾ 1² 1. അപ്പൊ LHS = RHS എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പറയാണ്. അതായത് n = kക്ക് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതായത് സമ്മേഷൻ i = 1 to k 2i - 1, അതായത് k വരെയുള്ള ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് k² എന്നാണ് സമ്മ് കിട്ടുക എന്ന് നമ്മൾ വിചാരിച്ചു. നമുക്കിനി k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ സമ്മേഷൻ k+1 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എടുത്തു. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ k വരെയുള്ളതിനെ ഒറ്റ സമ്മായിട്ട് എഴുതി. പിന്നെ k+1th ടേമിനെ സെപ്പറേറ്റ് എഴുതി. അപ്പൊ സമ്മേഷൻ i = 1 to k 2i - 1 പ്ലസ് iക്ക് k+1 കൊടുത്തത് സെപ്പറേറ്റ് ചെയ്തി. അതായത് 2 × k+1 - 1. ഇത് നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം ഇതെന്ന് പറയുന്നത് k² ആണ്. അപ്പൊ നമ്മൾ k² പ്ലസ് ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2k + 2 - 1, അതായത് k² + 2k + 1. അതായത് 1 നമുക്ക് 1² എന്ന് എഴുതുകയാണെങ്കിൽ k² + 2k + 1². ഇതെന്ന് പറയുന്നത് k+1 ഹോൾ² ആണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ k² + 1 + 2k എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്കിപ്പോൾ n k+1 ആയി എടുത്തപ്പോൾ k+1 വരെയുള്ള ഓഡ് ഇൻറ്റീജേഴ്സിന്റെ സം എന്ന് പറയുന്നത് n², അതായത് k+1ന്റെ സ്ക്വയർ ആണെന്ന് കിട്ടി.
അപ്പൊ നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം 1ന് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് k+1ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇൻഡക്ഷൻ പ്രകാരം എല്ലാ n-നും ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഈ ഓഡ് ഇന്റീജേഴ്സിന്റെ സമ്മ് n²+1 ആണെന്നുള്ളത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അത് നമ്മൾ എന്തായാലും ഫോൾസ് ആയിരിക്കും, കാരണം n² എന്നാണല്ലോ നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. അത് നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾ കൊടുക്കാം. നമ്മളിവിടെ ആദ്യത്തെ കേസ് 1 തന്നെ എടുക്കുമ്പോൾ ശരിയാവില്ല. 1 എടുക്കുമ്പോൾ നമുക്ക് LHS 1 കിട്ടും, RHS നമുക്ക് 1+1 എന്ന് പറയുന്നത് 2 കിട്ടും. 1 ≠ 2 ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ട്രൂ അല്ല, ഫോൾസ് ആണ്. നമുക്ക് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അതൊരു നമ്മൾ ഇത്രയും കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. പ്രൂവ് ദാറ്റ് എവറി പേഴ്സൺ ഇൻ എ സെറ്റ് ഓഫ് n പീപ്പിൾ ഈസ് ഓഫ് ദി സെയിം സെക്സ്. അതായത് നമ്മളൊരു n ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ n ആൾക്കാർക്കും ഒരേ സെക്സ് ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ അവരെല്ലാവരും ആണുങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരെല്ലാവരും പെണ്ണുങ്ങളായിരിക്കും. അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതായത് നമ്മളൊരു n ആൾക്കാരുടെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒരേ സെക്സ് ഉള്ളവരാവണം എന്നില്ലല്ലോ. ചിലപ്പോൾ കുറച്ച് ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങളും ഉണ്ടാവാം. പക്ഷേ നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസ് നമ്മൾ വെറുതെ ചിന്തിക്കുമ്പോൾ അത് ശരിയായിക്കോണം എന്നില്ല, എല്ലാ കേസിലും ശരിയാവണം എന്നില്ല. പക്ഷെ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഇപ്പൊ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു n ആൾക്കാരുടെ, ആക്ച്വലി ഇവർ ഉദ്ദേശിക്കുന്നത് n ആൾക്കാരുടെ ഗ്രൂപ്പ് എടുക്കുമ്പോൾ എല്ലാവരും സെയിം സെക്സ് ഉള്ളവരാവുന്ന ആ കണ്ടീഷനും ട്രൂ ആയിരിക്കും. അതായത് നമ്മളൊരു 10 പേരെ എടുക്കുകയാണെങ്കിൽ ആ 10 പേരും പെണ്ണുങ്ങളാവാം, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ 10 പേരും ആണുങ്ങളാവാം, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. കുറച്ച് പേര് ആണും കുറച്ച് പേര് പെണ്ണും അങ്ങനെ ആവണമെന്നില്ല, എല്ലാം വേണമെങ്കിൽ ഒരേ സെക്സ് ഉള്ളവർ ഉണ്ടാവാനോ. അത് നമ്മൾ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ P of n എന്ന് പറയുന്നത് everyone in a set of n people is of the same sex. അത് P of n എന്ന് പറയുന്നതാണ് ഈ കണ്ടീഷൻ. അതായത് n ആൾക്കാരുള്ള ഗ്രൂപ്പിൽ എല്ലാവരും സെയിം സെക്സ് ആണെന്ന് പറയാം. P of 1 ട്രൂ ആണ്, കാരണം ഒറ്റ ആളേ ഉള്ളൂ. ഒന്നുകിൽ അയാൾ ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം. അത് നാച്ചുറലി, അത് ക്ലിയർലി അത് ട്രൂ ആണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അതിൽ പറയാനില്ല. ഇനി നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പറയണത് k ആൾക്കാർക്ക് ഇത് ട്രൂ ആണ്. അതായത് k ആൾക്കാർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരെല്ലാം ആണുങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരെല്ലാം പെണ്ണുങ്ങളായിരിക്കും. ഓക്കെ, നമ്മൾ k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ k+1 ആൾക്കാരുടെ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. A1 A2 എക്സെട്ര AK+1 എന്ന് പറയുന്നതാണ് k+1 ആൾക്കാര്. A എന്ന് പറയുന്നതാണ് സെറ്റ്. ഓക്കെ, k+1 ആൾക്കാരുണ്ട്. നമുക്ക് ഈ k+1 ആൾക്കാരും ഒന്നുകിൽ എല്ലാം ആണുങ്ങളോ അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളാണെന്ന് പ്രൂവ് ചെയ്യണം, സെയിം സെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ സെറ്റിനെ രണ്ട് സെറ്റായിട്ട്, രണ്ട് ഓവർലാപ്പിംഗ് സെറ്റായിട്ട്, അതായത് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോമൺ എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെ കോമൺ എലമെന്റ്സ് ഉള്ള രണ്ട് സെറ്റുകളാക്കി നമ്മൾ പാർട്ടീഷൻ ചെയ്യാണ്. സെറ്റ് രണ്ട് k എലമെന്റ്സുകളുള്ള, അതായത് രണ്ട് സെറ്റും k എലമെന്റ്സുകളാണ്. ഇത് രണ്ടിലും കോമൺ എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ B എന്ന് പറയുന്ന സെറ്റ് A1 A2 എക്സെട്ര AK. ആദ്യത്തെ AK വരെയുള്ള ആൾക്കാർ എടുക്കാണ്, AK+1 ഒഴിവാക്കി, k എലമെന്റ്സേ ഉള്ളൂ. C എന്ന് പറയുമ്പോൾ ആദ്യത്തെ A1 ഒഴിവാക്കിയിട്ട് A2 മുതൽ AK+1 വരെയുള്ള ആൾ. അപ്പൊ ഇതില് k വരെ ഉള്ളൂ. ഇതിലാവുമ്പോൾ നമ്മൾ A1 എടുക്കുന്നില്ല. A1 തൊട്ട് എടുത്താലാണ് k+1 എലമെന്റ്സ് വരിക. ആദ്യത്തെ ആളെ കളഞ്ഞതുകൊണ്ട് k എലമെന്റ്സ് ഇതിലുള്ളൂ. അപ്പൊ രണ്ട് സെറ്റും k എലമെന്റ്സ് ഉള്ള സെറ്റാണ്. പിന്നെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A2 മുതൽ AK വരെ കോമൺ ആണ്, കാരണം ഇതിൽ A1 ഉണ്ട്, ഇതിൽ A1 ഇല്ല. ഇതിൽ AK+1 ഉണ്ട്, ഇതിൽ AK+1 ഇല്ല. ബാക്കി എല്ലാ എലമെന്റ്സും കോമൺ ആണ് ഇതില്. അപ്പോ നമ്മളൊരു ഫിഗർ പോലെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് B എന്ന് പറഞ്ഞ സെറ്റ്, ഇതിൽ A1 മുതൽ A2 എക്സെട്ര AK വരെയുള്ള ആൾക്കാരുണ്ട്. ഇത് C എന്ന് പറഞ്ഞ സെറ്റ്, ഇവിടെ A2 മുതൽ AK+1 വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ കോമൺ ആൾക്കാരാണ് ഇത്. A2 തൊട്ട് AK വരെയുള്ള ആൾക്കാർ കോമൺ ആണ്. A1 എന്ന് പറയുന്നത് B യിലുണ്ട്, പക്ഷെ C യിലില്ല. AK+1 എന്ന് പറയുന്നത് C യിലുണ്ട്, പക്ഷെ B യിലില്ല. A2 മുതൽ AK വരെയുള്ള ആൾക്കാരെല്ലാം ഈ ഇതിൽ കോമൺ ആണ്. ഓക്കെ, ഫിഗർ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് B യൂണിയൻ C. B യൂണിയൻ C എടുക്കുമ്പോൾ നമുക്ക് A1 മുതൽ AK+1 വരെയുള്ള ആൾക്കാർ കിട്ടും. അത് സെയിം സെക്സ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
അപ്പൊ നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്താണ് പറയണത്? കെ ആൾക്കാരുടെ സെറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് സെയിം സെക്സ് ഉള്ളവരായിരിക്കും. അപ്പൊ ബി എന്ന് പറഞ്ഞ സെറ്റില് ഇവരെല്ലാവരും A1 മുതൽ AK വരെയുള്ളവർ സെയിം സെക്സ് ആണ്. സിയിലും A2 മുതൽ AK+1 വരെയുള്ളത് സെയിം സെക്സ് ആണ്. അതായത് ബി എന്ന് പറഞ്ഞ സെറ്റില് ഫുള്ളായിട്ട് കെ ആൾക്കാർ ഒന്നുകിൽ ആണുങ്ങളാവാം അല്ലെങ്കിൽ പെണ്ണുങ്ങളാവാം. സി എന്ന് പറഞ്ഞതിലും ആണുങ്ങളാവാം പെണ്ണുങ്ങളാവാം കെ ആൾക്കാർ. അപ്പോ യൂണിയൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവരെല്ലാവരും ആണുങ്ങളായിരിക്കും, ഇവരെല്ലാവരും പെണ്ണുങ്ങളായിരിക്കും. അതായത് ബി എന്ന് പറയണത് ആണുങ്ങളും സി എന്ന് പറയുന്നത് പെണ്ണുങ്ങളും വരുന്ന കേസ് വരില്ല. കാരണം ഇതിൽ കോമൺ എലമെന്റ്സ് ഉണ്ടല്ലോ. A2 മുതൽ AK വരെയുള്ള എലമെന്റ്സ് കോമൺ ആണ്. അപ്പൊ ബിയിലെല്ലാം ആൾക്കാരും സെയിം സെക്സ് ഉള്ളവരാണ്. അതായത് ഇപ്പൊ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാം പെണ്ണുങ്ങളാണ്. സിയും അതുപോലെ തന്നെ, ആണുങ്ങളാണെങ്കിൽ എല്ലാം ആണുങ്ങളാണ്. അപ്പൊ കോമൺ എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആൾക്കാരാവണ്ടേ. അതായത് ഇവിടെ ആണുങ്ങളും ഇവിടെ പെണ്ണുങ്ങളും ആണെന്നുണ്ടെങ്കിൽ കോമൺ ആൾക്കാർ വരില്ലല്ലോ. അപ്പൊ കോമൺ ആൾക്കാരുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിയും സിയും ഒരേ ആൾക്കാരായിരിക്കണം. അതായത് ബി ആണെന്നുണ്ടെങ്കിൽ സിയും ആണായാലേ കോമൺ ആൾക്കാർ ഉണ്ടാവുള്ളൂ. അതുപോലെ ബി പെണ്ണാണെങ്കിൽ സിയും പെണ്ണായേ പറ്റുള്ളൂ, എന്നാലേ കോമൺ ആൾക്കാർ ഉണ്ടാവുള്ളൂ. അപ്പൊ ബിയും സിയും സെയിം സെക്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ യൂണിയൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിൽ നിറച്ച് പെണ്ണുങ്ങളാണ് ഇതിലും നിറച്ച് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തം ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം പെണ്ണുങ്ങളല്ലേ കിട്ടുക. അപ്പൊ സെയിം സെക്സ് ആണെന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് ഇതിലെ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിലും ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എല്ലാം ആണുങ്ങളല്ലേ കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടും എല്ലാം K+1 എലമെന്റ്സ്. അതായത് സെറ്റ് എ എന്ന് പറഞ്ഞതിൽ എല്ലാം സെയിം സെക്സ് ഉള്ളവരാണെന്ന് കിട്ടും. അപ്പൊ K+1 നമ്മൾ പ്രൂവ് ചെയ്തു ട്രൂ ആണെന്ന്. അപ്പൊ ഇൻഡക്ഷൻ വഴി എല്ലാ എണ്ണിനും ഇത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് നമ്മൾ വിചാരിച്ചത് നമ്മൾ ഒരു n ആൾക്കാരുടെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി എല്ലാവരും അതിൽ ആണുങ്ങളാവണം അല്ലെങ്കിൽ എല്ലാവരും പെണ്ണുങ്ങളാവണം എന്നൊന്നും ഇല്ല. കുറച്ച് ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങളും വരാം. പക്ഷേ എല്ലാവരും സെയിം സെക്സ് ആവുന്ന കേസും വരാം. അതായത് ഇപ്പൊ 10 പേരെ എടുക്കുകയാണെങ്കിൽ 10ഉം പെണ്ണുങ്ങളാവാം അല്ലെങ്കിൽ 10ഉം ആണുങ്ങളാവാം. അങ്ങനത്തെ കേസും വരാം. അത് നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാണ്. അപ്പൊ ആദ്യം നമ്മൾ 1ന് ട്രൂ ആണെന്ന് എടുത്തു. 1ന് ഒന്നും തന്നെ ഇല്ല. അതായത് ഒറ്റ ആളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിൽ ചെയ്യാനില്ല. പിന്നെ കെക്ക് നമ്മൾ അസ്യൂം ചെയ്തു. അതായത് കെ ആൾക്കാരുടെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം സെക്സ് ഉള്ളവരായിരിക്കും. ഇനി നമ്മൾ K+1 ആൾക്കാരുടെ ഗ്രൂപ്പ് എടുത്തു. അപ്പൊ എലമെന്റ്സ് എന്ന് പറയുന്നത്, അതായത് ആൾക്കാരെന്ന് പറയുന്നത് A1 A2 etc AK+1 ആയിരുന്നു. ഇനി നമ്മൾ ചെയ്യണത് ഇതിനെ 2 സെറ്റ് ആക്കി തിരിച്ചു. അതായത് കോമൺ എലമെന്റ്സ് ഉള്ള എന്നാൽ K എലമെന്റ്സ് ഉള്ള 2 സെറ്റ് ആക്കി തിരിച്ചു. ബി എന്ന് പറയുന്ന സെറ്റ് ആദ്യത്തെ K ആൾക്കാർ, അതായത് A1 തൊട്ട് AK വരെയുള്ള ആൾക്കാർ. സി എന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ എലമെന്റ് തൊട്ട് AK+1 വരെയുള്ള ആൾക്കാർ. അപ്പൊ ഇതിൽ K എലമെന്റും ഇതിലും K എലമെന്റ് ആണ് ഉള്ളത്. കോമൺ എലമെന്റ് ഉണ്ട്. A2 തൊട്ട് AK വരെയുള്ള ഒരു കോമൺ ആണ്. ഇതില് ബിയില് A1 ഉണ്ട് എന്നാൽ സിയിൽ A1 ഇല്ല. ഇതിൽ AK+1 ഉണ്ട്, ഇതിൽ AK+1 ഇല്ല. ബാക്കി എല്ലാ എലമെന്റ്സും കോമൺ ആണ്. ഇനി ഇത് K എലമെന്റ്സ് ഉള്ള 2 സെറ്റുകളാണല്ലോ. അപ്പൊ നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് പ്രകാരം ഇതില് സെയിം സെക്സ് ആയിരിക്കും. അതായത് ബി ഫുൾ പെണ്ണുങ്ങളാവാം അല്ലെങ്കിൽ ഫുൾ ആണുങ്ങളാവാം. സിയും ഫുൾ പെണ്ണുങ്ങളാ അല്ലെങ്കിൽ ഫുൾ ആണുങ്ങളാവാം. പക്ഷേ നമ്മൾക്ക് ബി പെണ്ണും സി ആണും ആണ്, അല്ലെങ്കിൽ ബി ആണ് സി പെണ്ണ്, അങ്ങനത്തെ കേസ് വരില്ല. കാരണം കോമൺ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ കോമൺ എലമെന്റ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം സെക്സ് ആയിരിക്കണം. അതായത് രണ്ടും പെണ്ണുങ്ങളാണെങ്കിൽ മാത്രമല്ലേ കോമൺ ആയിട്ട് ആൾക്കാർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ആണുങ്ങളാണെങ്കിലല്ലേ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബിക്കും സിക്കും സെയിം സെക്സ് ആണ്. അപ്പൊ സെയിം സെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിയൻ എടുത്താലും സെയിം സെക്സ് ആയിരിക്കും. അതായത് ബി പെണ്ണ് സി പെണ്ണ്, അപ്പൊ ബി യൂണിയൻ സി എടുത്താൽ മൊത്തം പെണ്ണുങ്ങളല്ലേ. അതുപോലെ ബി ആണ് സി ആണെന്നുണ്ടെങ്കിൽ ബി യൂണിയൻ സി എടുത്താൽ മൊത്തം ആണുങ്ങളാണ് വരിക. അപ്പോ നമുക്ക് കിട്ടി ബി യൂണിയൻ സി എന്ന് പറയുന്നതാണ് സെറ്റ് എ. A1 മുതൽ AK+1 വരെയുള്ള K+1 എലമെന്റ്സ്. അപ്പൊ K+1 എലമെന്റ്സിന് സെയിം സെക്സ് ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ബൈ ഇൻഡക്ഷൻ എല്ലാ എണ്ണിനും ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഒരു n ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ആ n ആൾക്കാരും സെയിം സെക്സ് വരാം. അങ്ങനെയുള്ള ഒരു ചാൻസും ഉണ്ട്. അത് നമ്മൾ ബൈ ഇൻഡക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് നാലാമത്തെ തിയറം. ഇത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ വീക്ക് വേർഷൻ ആണ് കണ്ടത്. ഇനി സ്ട്രോങ് വേർഷൻ ഓഫ് ഇൻഡക്ഷൻ ആണ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, ലെറ്റ് P of n be a statement satisfying the following conditions. n എന്ന് പറയുന്നത് ഇന്റീജർ ആണ്. P of n നോട്ട് ട്രൂ ആണ്. ഏതെങ്കിലും ഇന്റീജറിന് P of n നോട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. K is an arbitrary integer greater than or equal to n naught such that
P of n naught plus 1 etc. P of k are true, then P of k plus 1 is also true, then P of n is true for every integer n greater than or equal to n. അതായത് നമ്മൾ ഇത്രയും നാൾ കണ്ടത് k ട്രൂ ആണെന്നുണ്ടെങ്കിൽ k പ്ലസ് 1 ട്രൂ എന്നായിരുന്നു പഠിച്ചത്. അപ്പൊ kക്ക് താഴെയുള്ള ആൾക്കാര് എല്ലാം ട്രൂ ആവണമെന്നില്ല. പക്ഷെ ഇവിടെ n നോട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ n നോട്ട് മുതൽ k വരെയുള്ള എല്ലാ ആൾക്കാരും ട്രൂ ആണെന്നുണ്ടെങ്കിൽ k പ്ലസ് 1 ട്രൂ ആവുള്ളൂ. അതായത് മറ്റേ നമ്മൾ വീക്ക് വേർഷനിൽ പഠിച്ചത് ഇപ്പൊ n നോട്ട് നമ്മൾ 1 ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ട്രൂ ആണ്. k നമ്മൾ ഒരു 5 ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 ട്രൂ ആണെന്നുണ്ടെങ്കിൽ 6 ട്രൂ ആയിരിക്കും. അതേസമയം 2, 3, 4ന്റെ കേസ് നമ്മൾ അന്വേഷിക്കണില്ല, അത് ഓട്ടോമാറ്റിക്കലി ട്രൂ ആയിക്കോളും. പക്ഷെ നമ്മൾ അവിടെ നിർബന്ധം പറയണില്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. n നോട്ട് എന്ന് പറയുന്നത് 2 ആണെന്നുണ്ടെങ്കിൽ k എന്ന് പറയുന്നത് 5 ആണെന്നുണ്ടെങ്കിൽ 3ഉം 4ഉം 5ഉം ട്രൂ ആണെങ്കിൽ മാത്രമേ 6 ട്രൂ ആവുള്ളൂ. അതാണ് പറയുന്നത്. മറ്റോടത്ത് k ട്രൂ ആണെങ്കിൽ k പ്ലസ് 1 ട്രൂ. ഇവിടെ n നോട്ട് മുതൽ k വരെയുള്ള എല്ലാം ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ k പ്ലസ് 1 ട്രൂ ആവുള്ളൂ. ഓക്കെ, അതിന്റെ പ്രൂഫ് നോക്കാം. Let S is equal to set n belongs to Z, P of n is true. P of n true ആവുന്ന n-ന്റെ കളക്ഷൻ ആണ് S എന്ന് പറഞ്ഞ സെറ്റ്. P of n നോട്ട് ട്രൂ ആണെന്ന് കണ്ടീഷൻ 1ൽ തന്നിട്ടുണ്ട്. അപ്പൊ P of n നോട്ട് ട്രൂ ആയതുകൊണ്ട് തന്നെ n നോട്ട് S-ൽ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ കണ്ടീഷൻ 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? P of n നോട്ടും P of n നോട്ട് പ്ലസ് 1 P of k കളെല്ലാം ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകളെല്ലാം ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതുകളെല്ലാം n നോട്ട് പ്ലസ് 1 എക്സെട്ര k വരെയുള്ള എലമെന്റ്സ് S-ൽ ഉണ്ട്. ഇനി നമ്മളെ അസംഷൻ എന്താണ്? ഇത്രയും k ട്രൂ ആണെന്നുണ്ടെങ്കിൽ P of k plus 1 ട്രൂ ആയിരിക്കും. അപ്പൊ P of k plus 1 ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ k plus 1 എന്ന് പറയുന്നത് S-ൽ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ തിയറം, അതായത് വീക്ക് തിയറം ആലോചിക്കാം. വീക്ക് തിയറം എന്തായിരുന്നു? n നോട്ട് ട്രൂ ആണ്, k ട്രൂ ആണെന്നുണ്ടെങ്കിൽ k പ്ലസ് 1 ആ സെറ്റിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n നോട്ടിനെക്കാളും വലിയ എല്ലാ എലമെന്റ്സും ഈ സെറ്റിൽ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? n നോട്ട് ഉണ്ടെന്ന് കിട്ടി. പിന്നെ k, ബാക്കി കണ്ടീഷൻ നോക്കണ്ട, k ഉണ്ടല്ലോ ഈ സെറ്റില്. P of n നോട്ട് പ്ലസ് എക്സെട്ര P of k ട്രൂ ആയതുകൊണ്ട് തന്നെ n നോട്ട് പ്ലസ് 1 എക്സെട്ര k ഈ സെറ്റിലുണ്ട്. അപ്പൊ k എന്ന് പറയുന്നത് ഈ സെറ്റിലുണ്ട്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ പ്രകാരം k പ്ലസ് 1നും അതായത് P of k പ്ലസ് 1ഉം ട്രൂ ആണ്. അതായത് k പ്ലസ് 1 ഈ സെറ്റിലുണ്ട്. അപ്പൊ അതായത് n നോട്ടിന് ട്രൂ ആണ്, kക്ക് ട്രൂ ആണെന്നുണ്ടെങ്കിൽ k പ്ലസ് 1നും ട്രൂ ആണ്. അതായത് k ഉണ്ടെന്നുണ്ടെങ്കിൽ k പ്ലസ് 1ഉം ഈ സെറ്റിലുണ്ട്. അപ്പൊ നമ്മുടെ വീക്ക് തിയറി പ്രകാരം S n നോട്ടിന് ശേഷമുള്ള എല്ലാ ഇന്റീജേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യും. അപ്പൊ n നോട്ടിന് ശേഷമുള്ള എല്ലാ ഇന്റീജേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? P of n എന്ന് പറയുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോട്ടിന് ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്, പ്രൂവ് ചെയ്യേണ്ടത് P of n നോട്ട് ട്രൂ ആണ്, P of n നോട്ട് പ്ലസ് എക്സെട്ര P of k ട്രൂ ആണെന്നുണ്ടെങ്കിൽ P of k പ്ലസ് 1 ട്രൂ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോട്ടിന് P of n ട്രൂ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ P of n നോട്ട് ട്രൂ ആയതുകൊണ്ട് തന്നെ n നോട്ട് ഇതിലുണ്ടെന്ന് എടുത്തു. പിന്നെ P of കണ്ടീഷൻ 2 പ്രകാരം P of n നോട്ട് പ്ലസ് 1 എക്സെട്ര P of k ട്രൂ ആണെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് n, അതായത് n നോട്ട് മുതൽ k വരെയുള്ളത് ഈ സെറ്റിലുണ്ട്. അപ്പൊ കണ്ടീഷൻ 2 പ്രകാരം P of k പ്ലസ് 1 ഓൾസോ ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ k പ്ലസ് 1ഉം ഈ സെറ്റിലുണ്ട്. അപ്പൊ നമ്മുടെ വീക്ക് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ആയി. n നോട്ട് സെറ്റിലുണ്ട്, k ഉണ്ടെന്നുണ്ടെങ്കിൽ k പ്ലസ് 1 ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n നോട്ടിന് മുകളിലുള്ള എല്ലാ ഇന്റീജേഴ്സും ഈ സെറ്റിൽ ഉണ്ടെന്നാണ്. അപ്പൊ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോട്ട് എല്ലാം ഈ സെറ്റിലുണ്ട്. ഈ സെറ്റിൽ ഉണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? P of n ട്രൂ ആയിരിക്കും. അപ്പൊ P of n ട്രൂ ആണ് ഫോർ എവറി ഇന്റീജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോട്ട്. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രോങ്. വീക്കില് നമുക്ക് n നോട്ട് ഉണ്ടാവണം, k ഉണ്ടെങ്കിൽ k പ്ലസ് 1 ഉണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, n നോട്ട് ഉണ്ടാവണം, n നോട്ട് മുതൽ k വരെയുള്ള എല്ലാത്തിനും ട്രൂ ആവണം. k മാത്രം ട്രൂ ആയാൽ പോരാ, kക്ക് താഴെയുള്ള എല്ലാം ട്രൂ ആണെങ്കിൽ k പ്ലസ് 1നും ട്രൂ എന്നാണ് നമ്മുടെ സ്ട്രോങ്ങിൽ വരുമ്പോ വരുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്, അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് 2-3 പ്രോബ്ലംസ് ഇതായിട്ട് അസൈൻമെന്റ് ആയിട്ട് തരാം. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. അടുത്ത ക്ലാസ്സിൽ തീരും, തിങ്കളാഴ്ച കൊണ്ട് തീരും. പിന്നെ തിങ്കളാഴ്ച തന്നെ നമുക്ക് അടുത്ത പുതിയ ചാപ്റ്ററും തുടങ്ങാം. ഇതിന്റെ എക്സാമ്പിൾസ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ഒന്ന് എക്സാമ്പിൾസിന്റെ ഇതായിട്ടും പിന്നെ ഒന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങി വെക്കാം, അതിന്റെ വീഡിയോ ആയിട്ടും ചെയ്യാം. ഓക്കെ.
അപ്പോൾ പിന്നെ തിങ്കളാഴ്ചയല്ലേ നിങ്ങൾക്ക് എക്സാമും പറഞ്ഞേക്കണത്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളെ കൊണ്ട് ഞാൻ 4-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യിപ്പിച്ചിട്ടില്ല. അത് ഞാൻ ഇന്ന് അസൈൻമെന്റ് ആയിട്ട് തരാം. 2 ദിവസം ഉണ്ടല്ലോ. അപ്പൊ തിങ്കളാഴ്ച അത് വച്ചാൽ മതി. എപ്പോഴെങ്കിലും വച്ചാൽ മതി. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യമേ ചോദിക്കണം. കാരണം എക്സാം ആണ്. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അസൈൻമെന്റ് വച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് എക്സാം ഉണ്ടല്ലോ. പക്ഷെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. അപ്പൊ എക്സാം ഒക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എഴുതുക. സത്യസന്ധമായിട്ട് എഴുതുക. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.